ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റഡ്. മോട്ടിവേഷൻ എന്നത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. മോട്ടിവേഷൻ എന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്പീഡി ആൻഡ് എഫക്റ്റീവ് ആക്കാൻ നമുക്ക് പറ്റും. പഠിക്കുന്ന കാര്യത്തിൽ ഈവൻ സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടാവും. അവരുടെ സ്റ്റഡി എന്ന് പറയുന്നത് ഫാസ്റ്റർ ആക്കാനും അത് എഫക്റ്റീവ് ആക്കാനായിട്ട് ആൾക്കാർക്ക്. ഈ വർക്കിംഗ് നമ്മുടെ ജോബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ ഡേ മുഴുവൻ പോക്കാം. അപ്പോൾ എല്ലാ ദിവസവും നമുക്കൊരു മോട്ടിവേഷൻ വേണം. അതിന് നമ്മൾ സ്റ്റേ മോട്ടിവേറ്റഡ് ആയിരിക്കണം. മോട്ടിവേഷൻ ആയിരിക്കുന്നത് നമ്മൾ തന്നെ വിചാരിക്കണം. ഇത് റിസ്ക്കുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഡെയിലി മോർണിംഗിൽ തന്നെ ഒരു മോർണിംഗ് പ്രയറോ മോട്ടിവേഷൻ ടോക്കോ ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സെൽഫ് മോട്ടിവേഷൻ, നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ വേർഡ്സ് എഴുതാനാണ്, വേറെ വേർഡ്സ് കേൾക്കണമെന്നല്ല, ഇതൊക്കെ കേൾക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ഡേ വിത്ത് പോസിറ്റീവ് വൈബ്സ്. അടിപൊളിയായിരിക്കും ഇന്നത്തെ ദിവസം. സ്റ്റാർട്ടിങ് വിത്ത് ഡേ വിത്ത് സ്മൈൽ, അതെ, സംഭവം അടിപൊളിയായിരിക്കും. കാലത്തിൻ്റെ നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഡേ തുടങ്ങും. എന്നിട്ട് ഒരു ഈശ്വര പ്രാർത്ഥനയോ ഒരു മോട്ടിവേഷൻ സ്പീക്കോ കേട്ടൊരു വാമപ്പ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. അതിനുശേഷം സ്കൂളോ വർക്ക് ഡിപ്പെൻസ് ഓൺ യു. അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ഉള്ളിലും പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മളിത് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഞാനത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും എല്ലാവരും നന്നായി ചിരിച്ച് സംസാരിക്കും. ഞാൻ എല്ലാവരും സംസാരിക്കുമ്പോൾ അവർക്കും അവർ ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഹാപ്പി വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരാളെ വിചാരിച്ചു വേൾഡ് മുഴുവൻ നമുക്ക് ഹാപ്പിനെസ്സിലേക്ക് മാറ്റാം. ഓക്കെ, ദ പോയിന്റ് ഈസ് സ്റ്റേ മോട്ടിവേറ്റഡ്.